പറുദീസ എന്ന് കരുതപ്പെടുന്ന കാശ്മീർ പോലും വിയർക്കുകയാണ് 43 ഡിഗ്രി ചൂടിൽ. തെക്ക് മേഘവിസ്ഫോടനവും മഴയും, വടക്ക് കിഴക്ക് റമാൽ വിതച്ച ദുരിതവും. എന്നാൽ ഉത്തരേന്ത്യക്കാർ അക്ഷരാർത്ഥത്തിൽ വിയർത്തു കുളിക്കുന്നു. 49.2 ഡിഗ്രിയായിരുന്നു ഡൽഹിയിൽ ഇന്നലത്തെ താപനില. രാജസ്ഥാനിലത് 51 വരെ എത്തി. ഡൽഹി വസീറാബാദിൽ പോലീസ് ട്രെയിനിങ്ങിനിടെയാണ് വടകര സ്വദേശി ബിനീഷിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. 50 വയസ്സായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഹൃദയാഘാതത്തെ തുടർന്ന് രാത്രി മരണം സംഭവിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉഷ്ണതരംഗം വകവയ്ക്കാതെ തുറന്ന പ്രദേശത്ത് നടത്തിയ പരിശീലനത്തിൽ മറ്റ് 4 പേർക്ക് കൂടി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. BSF ജവാന്റെ അടക്കം 16 മരണങ്ങളാണ് ഡൽഹിയിൽ ഉഷ്ണതരംഗം കാരണമുണ്ടായത്. 3965 പേർ ചികിത്സ തേടി. നാട്ടിലത്തെ കാലാവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഭാഗ്യവന്മാരാണ് മലയാളികൾ. കാരണം 1-2 മാസമാണ് നമുക്ക് ചൂട് സഹിക്കേണ്ടി വരുന്നുള്ളൂ. എന്നിരുന്നാലും നമുക്ക് തണലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കുറച്ച് കിട്ടും. എന്നുവെച്ചാൽ നമുക്ക് തണലത്ത് നിന്ന് കഴിഞ്ഞാൽ ചൂടിൽ നിന്ന് സംരക്ഷണം കിട്ടും. പക്ഷെ ഇവിടെ അതും പറ്റില്ല. കൂളറിലൊന്നും എഫക്റ്റ് ചെയ്യാത്തൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ഈ ഡ്രൈവർമാർ, അതുപോലെ തന്നെ പുറം പണിക്കാർ, പെയിൻറ്റിങ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. വെള്ളം നനച്ച തുണി മൂടി ആളുകൾ ചൂടിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ഉഷ്ണതരംഗം തണലിൽ പോലും ആശ്വാസം നൽകുന്നില്ല. ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും താപനില ഇനിയും ഉയരും. 55 ഡിഗ്രി വരെ പോകും. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്ക് റെഡ് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് പരിസരത്ത് പോലും 45 ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാവയലറ്റ് സൂര്യരശ്മികൾ അതിതീവ്രമാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, തീപിടുത്തം ഉൾപ്പെടെ അനിഷ്ട സംഭവങ്ങൾ, അങ്ങനെ ആളുകളുടെ ജീവൻ പോലും അപഹരിച്ചെടുക്കുന്ന അതിതീവ്ര ചൂടാണ് ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിൽ നിന്നും ഷിജു പട്ടോത്തിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.